ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു നാടൻ വിഭവം തയ്യാറാക്കിയാലോ. നമ്മൾ വാളംപുളിയൊക്കെ ചേർത്തിട്ട് ചേന വറുത്തരച്ച് കറി വയ്ക്കാറില്ലേ, തീയൽ വയ്ക്കാറില്ലേ. അപ്പോൾ നമുക്കിന്ന് സ്വാദിഷ്ടമായ ഒരു മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ ചെത്തി നന്നാക്കി എടുത്തിട്ട് നീളത്തിലരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് കഴുകി വാരിയിട്ട് രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയതാണ്. അതിന് ശേഷം ഒന്ന് കഴുകി വാരി ഒരു ചട്ടിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ചേനയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചെത്തി ഇതുപോലെ അരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് അത്രയും ചൊറിച്ചിലൊന്നും ഇല്ലാത്ത ചേനയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാളയും പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഈ ചേന ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി. ആദ്യം നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ചേന ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്കൊന്നുകൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ ചേന ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അല്പം മുളക് പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുതും, മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, നമ്മൾ പുളിയൊക്കെ ചേർത്ത് നാടൻ രീതിയിൽ ചേന തീയലൊക്കെ വയ്ക്കാറില്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമുക്കിതുപോലെ മെഴുക്കുവരട്ടി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടെ നിങ്ങളുടെ കമൻറ്റും കൂടി ഇട്ടേക്കണം. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.